മാലിന്യമുക്ത നഗരസഭയെന്ന് വ്യാജ പ്രഖ്യാപനം നടത്തി പിറവം നഗരസഭ ജനങ്ങളെ കബളിപ്പിക്കുന്നതായി UDF ആരോപണം. KSRTC ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ നഗരസഭയുടെ പല വാർഡുകളിലും മലിനീകരണം രൂക്ഷമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ കൗൺസിലിനകത്തും പുറത്തും സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും UDF. മാലിന്യമുക്ത നഗരസഭയെന്ന് പ്രഖ്യാപിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും പിറവം നഗരസഭ മാലിന്യമുക്തമായിട്ടില്ലെന്ന് UDF ആരോപിച്ചു. മാലിന്യമുക്ത പ്രഖ്യാപനത്തിന് ആഴ്ചകൾക്ക് മുമ്പ് 6ാം വാർഡ് കൗൺസിലർ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നതായി പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും നഗരസഭ സ്വീകരിച്ചില്ല എന്ന് പറയപ്പെടുന്നു. മഴക്കാലമായതോടെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടായിട്ടും നഗരസഭ അലംഭാവം കാട്ടുന്നതായും KSRTC ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ നഗരസഭയുടെ പല ഭാഗത്തും മാലിന്യ കൂമ്പാരങ്ങൾ കാണപ്പെടുന്നതായും UDF നേതാക്കൾ ആരോപിച്ചു. എല്ലാ വർഷവും പതിവായി നടത്തുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുവാനും ഈ ഭരണസമിതിക്കായില്ല എന്നും അവർ കുറ്റപ്പെടുത്തി. ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന ശുചിത്വ പ്രവർത്തനങ്ങളും ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിനാൽ മാലിന്യമുക്ത പിറവമെന്ന പ്രഖ്യാപനത്തിന് അടിത്തറയില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും UDF കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിന് പരിഹാരം കാണുന്നതുവരെ കൗൺസിലിനകത്തും പുറത്തും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം, UDF ജില്ലാ സെക്രട്ടറി രാജു പാണാലിക്കൽ, കൗൺസിലർമാരായ അന്നമ്മ ഡോമി, പ്രശാന്ത് മമ്പുറം, ജിൻസി രാജു, പ്രശാന്ത് R, സിനി ജോയി, രമ വിജയൻ, ബബിത ശ്രീജി, ജോജിമോൻ CJ, വൈശാഖി S, മോളി ബെന്നി എന്നിവർ അറിയിച്ചു. ലക്ഷം വീട് കോളനിയുടെ സമീപത്തുള്ള കിണർ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുക, അത് മാറ്റണം എന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. പല പ്രാവശ്യം കൗൺസിലിൽ ആവശ്യപ്പെട്ടു, രേഖാമൂലം ആവശ്യപ്പെട്ടു. പിന്നെ കഴിഞ്ഞ കൗൺസിലിൽ അവസാനമായി ചെയർപേഴ്സൺ ഇതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് വിളിച്ച് ഒരു ഉത്തരവും കൊടുത്തു. ഇനി ജിൻസിയെ കൊണ്ട് ഈ കാര്യം ഇവിടെ പറയിപ്പിക്കരുത്, ഇവിടെ ആ മാലിന്യം മാറ്റിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് കൗൺസിൽ കൂടിയപ്പോഴും ഇതിന് യാതൊരു വ്യത്യാസവും കൂടാതെ ഇപ്പോഴും മാലിന്യം ഇവിടെ കുമിഞ്ഞു കൂടിയിരിക്കുക. മാസങ്ങൾക്ക് മുമ്പ് മാലിന്യമുക്ത പിറവം എന്ന് പ്രഖ്യാപിച്ച് വലിയ തോതിലൂടെ സമ്മേളനം നടത്തിയിട്ടുണ്ടായി. അതിന്റെ പിറ്റേ ദിവസം തന്നെ 6ാം വാർഡ് കൗൺസിലർ ബഹുമാനപ്പെട്ട ജിൻസി രാജു അവിടെ ഒരു പ്രൈവറ്റ് വ്യക്തി മാസങ്ങളായി മാലിന്യം കൂമ്പാരമായി കിടന്ന് തൊട്ടടുത്തുള്ള കിണറിനെ മലിനമാക്കുന്ന രീതിയിൽ സംഭവം ഉണ്ടായി. അത് മുനിസിപ്പാലിറ്റിയിൽ എല്ലാ കമ്മിറ്റിയിലും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ മുനിസിപ്പാലിറ്റി ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അങ്ങനെയാണ് പിന്നെ എന്തിനാ പിറവം മുനിസിപ്പാലിറ്റി മാലിന്യമുക്ത പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ? മാലിന്യമുക്ത പിറവമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പിറവം മുനിസിപ്പാലിറ്റിയിൽ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കണം. അതിന് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഈ പണി ചെയ്യിക്കാൻ പറ്റാത്ത ജോലി സാബ് രാജിവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 6ാം വാർഡിലെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യുന്നതിന് വേണ്ടി പല പ്രാവശ്യം അപേക്ഷകൾ നൽകുകയും അത് കൗൺസിലിൽ അജണ്ടയായി വരികയും അതിന് തീരുമാനമെടുക്കാമെന്ന് ചെയർപേഴ്സൺ തീരുമാനമെടുത്ത് പൊതുവായിട്ടുള്ള കിണർ വേസ്റ്റ് കൂടിയിരിക്കുന്നത് അത് മൂടാമെന്ന് തീരുമാനമെടുക്കുകയും കൗൺസിലിൽ തീരുമാനമെടുക്കുകയും പക്ഷേ എഴുതിയ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അത് മേൽനടപടികൾക്ക് വേണ്ടി ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് കൈമാറിയെന്നാണ്. അതിന് യാതൊരുവിധ തീരുമാനമോ നടപടികളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പിറവം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.